ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ മോഡൽ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം 8 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ് നമുക്കിതിൽ വരുന്നത്. മഞ്ചിൽ കി ഓർ പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്ന പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 2-ലെ 4ാമത്തെ പാഠമാണ്. അതായത് മഞ്ചിൽ കി ഓർ എന്നുള്ളത് തുടർച്ചയായി നമ്മൾ നോക്കുമ്പോൾ 7ാമത്തെ പാഠമായിട്ട് വരും നമുക്ക് പഠിക്കാനുള്ള. എന്നാൽ 2ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാഠമാണ്. തുടർച്ചയായി നമ്മൾ നോക്കുമ്പോൾ അത് 7ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഹിന്ദി വാക്കുകൾ തരും, എന്നിട്ട് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ തരും, എന്നിട്ട് അത് ഡിസോർഡർ ആക്കി തന്നതിന് ഓർഡർ ആക്കി എഴുതാനാണ് പറയാം. അപ്പോൾ നമ്മൾ സഹി മിലാൻ കരേ എന്നാണ് ആ ചോദ്യം വരിക. എന്നിട്ട് ഒരു 8 ഹിന്ദി വാക്കുകളും 8 ഇംഗ്ലീഷ് വാക്കുകളും മിക്സ് ചെയ്ത് തരും. അതിൻ്റെ ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് നമ്മളോട് പറയാം. ആ മാർക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് നോക്കൂ. ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണു എന്നാണ്. ആൾജിബ്ര എന്നുള്ളതിന് ബീജഗണിതം എന്ന് പറയും. ബയോ കെമിസ്ട്രിക്ക് നമ്മൾ ജൈവരസായൻ എന്ന് പറയും. കോമേഴ്സിന് നമ്മൾ വാണിജ്യം എന്ന് പറയും. ഗ്രാവിറ്റേഷന് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പറയും. ഫിസിക്സിന് നമ്മൾ ഭൗതികം എന്ന് പറയും. സോഷ്യോളജിക്ക് നമ്മൾ സമാജ വിജ്ഞാൻ എന്നാണ് പറയുന്നത്. അഡ്വാൻസിന് നമ്മൾ പേശങ്കി എന്ന് പറയും. അഫിഡവിറ്റിന് നമ്മൾ ശപഥപത്രം എന്ന് പറയും. ഓക്കെ. ആൾജിബ്രയ്ക്ക് നമ്മൾ ബീജഗണിതം എന്ന് പറയും. വാക്സിനേഷന് നമ്മൾ ടിക്കാഗ്രൻ എന്നാണ് പറയുന്നത്. അടുത്തത് ബാക്ടീരിയക്ക് നമ്മൾ ജീവാണു എന്നാണ് പറയുക. ഇവിടെ നമ്മൾ നോക്കുന്നത് ആറ്റമിന് നമ്മൾ പരമാണു, പരമാണു എന്ന് പറയും. എന്നാൽ ഇവിടെ ബാക്ടീരിയക്ക് നമ്മൾ ജീവാണു എന്നും. ആറ്റമും അതുപോലെ തന്നെ ബാക്ടീരിയ മാറിപ്പോരുത്. ഒന്ന് ജീവാണു, ഒന്ന് പരമാണു. ബയോഡൈവേഴ്സിറ്റിക്ക് നമ്മൾ ജൈവ വൈവിധ്യത അല്ലെങ്കിൽ ജൈവ വിവിധത എന്നാണ് പറയുന്നത്. ബോറോവർ എന്ന് പറഞ്ഞാൽ ഉദ്ധാരകർത്ത എന്നാണ്. സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രമാൺ പത്രം എന്ന് പറയും. പിന്നെ നമ്മൾ സെസ്സിന് നമ്മൾ ഉപകർ എന്നാണ് പറയുക. കെമിസ്ട്രിക്ക് നമ്മൾ പറയുന്നത് രസായൻ വിജ്ഞാൻ എന്നാണ്. ഡിസ്കൗണ്ടിന് നമ്മൾ ബട്ട എന്നാണ് പറയുക. എനർജിക്ക് നമ്മൾ പറയുക ഊർജ എന്നാണ്. അതുപോലെ കോപ്പി റൈറ്റിൻ്റെ ഹിന്ദി സർവാധികാർ എന്നാണ്. ഇക്കോളജി എന്നുള്ളതിന് പാരിസ്ഥിതികം എന്നാണ് നമ്മൾ പറയുക. അൾട്രാ വയലറ്റിന് നമ്മൾ പരാബൈങ്കിനി എന്ന് പറയും. അടുത്തത് വൈറസിന് നമ്മൾ ജീവാണു എന്ന് പറയും. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആറ്റമുണ്ട്, അത് പരമാണു ആണ്. ബാക്ടീരിയ ഉണ്ട്, അത് ജീവാണു ആണ്. വൈറസ് ഉണ്ട്, അത് വിഷാണു ആണ്. ഇത് നമ്മൾ മാറിപ്പോരുത്. അടുത്തത് കാറ്റഗറിക്ക് നമ്മൾ ജോഗ്രഫിക്ക് നമ്മൾ ഭൂഗോളം എന്ന് പറയുന്നു. അടുത്തത് ജിയോമെട്രിക്ക് നമ്മൾ രേഖാഗണിതം എന്ന് പറയും. ഓർഡർഡ് നമ്പർ നമ്മൾ വിഷം സംഖ്യ എന്ന് പറയും. പാറ്റേൺ എന്നുള്ളത് നമ്മൾ പ്രതിമാൻ എന്നാണ് പറയുക. ഫിസിക്സിന് നമ്മൾ ഭൗതികം എന്ന് പറയും. പേഴ്സൻറ്റിന് നമ്മൾ പ്രതിശതം എന്നാണ് പറയുക. ഹ്യൂമാനിറ്റീസ് എന്നുള്ളതിന് മാനവികി എന്നാണ് പറയുക. റേഷ്യോയ്ക്ക് നമ്മൾ അനുപാതം എന്നാണ് പറയുക. റേഡിയേഷൻ എന്നുള്ളതിന് വികിരൺ എന്നാണ് പറയുക. സാറ്റലൈറ്റിന് നമ്മൾ ഉപഗ്രഹം എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്സിന് നമ്മൾ സാംഖികി എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ 8 മാർക്ക് നഷ്ടമാവില്ല. ഓക്കെ, ബൈ.